ഇത് കൃഷ്ണ ഷാജു സ്വാമിയുടെ തപോവനമാണ്. പാവിട്ട ചെടികളുടെ തണലിൽ, പേരറിയാത്ത വിവിധതരം ചെടികളുടെ തണലിൽ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന തപോവനം. കമലദളങ്ങൾ കാറ്റു ചൊരിയുന്ന ആശ്രമവാടം പ്രകൃതിരമ്യമായ കാഴ്ച തന്നെ. ആശ്രമവാടം പ്രകൃതിയുടെ ചായം ചാലിച്ച വെൺചിത്രം തന്നെ. ഇവിടെ വരുമ്പോൾ താമരകൾ പൊട്ടിച്ചെടുത്ത് ആശ്രമത്തിൽ പൂജ ചെയ്യുന്ന സ്വാമിയെയാണ് കാണാൻ കഴിഞ്ഞത്. അസ്തമയ ശോഭയിൽ പ്രകൃതിയെ പൂജിക്കുന്ന സ്വാമി ഒരു സ്വയം പ്രഭാനന്ദനായി നിന്നു. ചുറ്റുമുള്ളവർക്കും പ്രകാശം ചൊരിയുന്ന സ്വാമിക്ക് വന്ദനം. സ്വാമിക്ക് സ്വന്തമായ വീടില്ല, സ്വന്തമായ സ്ഥലവുമില്ല. 21-ാം നൂറ്റാണ്ടിൽ സ്വാമി മാത്രം വീടില്ലാതെ കഴിയുന്നു. ഭാര്യയും 2 മുതിർന്ന പെൺകുട്ടികളുമുള്ള സ്വാമി കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നിറയെ ടർപ്പാളിനുകളിട്ട വീട്. അതൊരു വീടെന്നേ പറയാനില്ല. പക്ഷേ അതിന് സ്വാമി പറഞ്ഞ മറുപടി ഇതാണ്: ഞാൻ ദൈവമാണ്, അതുകൊണ്ട് തന്നെ വീടുമില്ല. 2000 കൊല്ലം മുമ്പ് ഇവിടെ ആർക്കും വീടുണ്ടായിരുന്നില്ല. യേശുക്രിസ്തു തന്നെ തൊഴുത്തിലാണ് ജനിച്ചത്. പക്ഷേ ആ സമയത്ത് ഇവിടെ ഒരു തൊഴുത്ത് പോലും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് എനിക്ക് വീടില്ലെങ്കിലും ഞാൻ സംതൃപ്തനെന്ന് ചിരിച്ചുകൊണ്ട് സ്വാമി പറയുന്നു. അതിൽ ഒരു വേദനയില്ലേ? ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഹസ്തരേഖ പഠിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഹസ്തരേഖ പല ആൾക്കാരുടെയും ഹസ്തം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു ആളിൻ്റെ ഹസ്തം ഞാൻ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്നത്. ആ ഹസ്തത്തിന് കുറേയും പ്രത്യേകതകളുണ്ടായിരുന്നു. ആ ഹസ്തത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി തോന്നി ആ കാര്യം പഠിച്ചപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനും. ചിലപ്പോൾ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നിങ്ങളതൊരു പ്രശ്നമായിട്ടെടുക്കാതെ അതേക്കുറിച്ച് ചിന്തിക്കുക, നമുക്ക് ചിന്തിക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെയായാലും ഞാൻ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം തരുന്ന മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വാമി എത്ര വയസ്സ് മുതലാണ് ഈ ഒരു ഒരു ദൈവ ചൈതന്യം സ്വാമിയിലുണ്ടെന്ന് മനസ്സിലാക്കിയത്? നാരായണ, ഞാൻ ചെറുപ്പം മുതൽ മനസ്സിനറിയാം. ചെറുപ്പം മുതൽ മനസ്സിനറിയാം ഞാൻ ആരാണെന്ന് അറിയാം. പക്ഷെ ആരും എന്നെ ഇതേപോലെ തന്നെ ഒരാളും വിശ്വസിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാറില്ല. നമ്മൾ അവിശ്വസിക്കാറ് പതിവ്. നമ്മൾ എന്ത് സത്യം ചെയ്താലും എന്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മളാരും വിശ്വസിക്കാറില്ല. അങ്ങനെ ഞാൻ സുഖമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കോ. ഞാനൊരു മെക്കാനിക്കാണ്, ട്രാക്ടർ ഓടിക്കും, ഇസുസു, മിത്സുബിഷി, ടയോട്ട അങ്ങനെയുള്ള ഫോറിൻ വണ്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നി ജീവിക്കണമെന്ന് വലിയ തോന്നൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഇതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിരുന്നു. ഇവിടെയാണ് വന്നിരുന്ന സ്ഥലം. അവിടെ ഇരുന്നു ഒരു 151 ദിവസം ഇവിടെ ഇരുന്നു. അതിന് ശേഷമാണ് എനിക്ക് ഞാൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരികയും സ്വപ്നത്തിലൂടെയാണ് എനിക്ക് കാണിച്ചു തന്നപ്പോൾ അത് ജനങ്ങളെ അറിയിക്കണം. എൻ്റെ ദൗത്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് വലിയ വലിയ കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സാധാരണ മനുഷ്യനല്ല എന്നുള്ളത് നല്ല ബോധ്യത്തോടു കൂടി സംസാരിക്കുന്നത്. എവിടെ വേണമെങ്കിലും നമുക്ക് ഇന്ന സ്ഥലം എന്നല്ല, എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കഴിവും നമുക്കുണ്ട്. ദൈവം സഹായിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അവതാരമാണെന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. അതൊരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ കൽക്കി അവതാരമാണോ എന്നൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് മുന്നേ അറിയാമായിരുന്നു ഞാനൊരു അവതാരമാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച 10ാമത്തെ അവതാരം ഒന്നല്ല. ഭഗവാന്റെ 9ാമത്തെ അവതാരം കഴിഞ്ഞു, 10ാമത്തെ അവതാരം കഴിഞ്ഞ് ഞാൻ 11ാമത്തെ അവതാരമാണ്.